അപ്പോൾ 10ാമത്തെ പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങുന്നു. ഫസ്റ്റ് പാരഗ്രാഫ്. ദ ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. അതായത് ദ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർത്ത. ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ, അതായത് തടവിലാക്കപ്പെട്ട ഏഞ്ചലിനെ കുറിച്ചുള്ള വാർത്ത. സ്പ്രെഡ് പരന്നു, അല്ലെങ്കിൽ ചുറ്റുപാടും പരന്നു. എന്താണ്? ഗ്രേറ്റ് റാപ്പിഡിറ്റി, വളരെ വേഗത്തിൽ, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ തടവിലാക്കപ്പെട്ട മാലാഖയെ കുറിച്ചുള്ള വാർത്ത ആ നാട് മുഴുവൻ പരന്നു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ്, കുറച്ച് സമയത്തിന് ശേഷം, അല്ലെങ്കിൽ മണിക്കൂർക്ക് ശേഷം, അല്ലെങ്കിൽ ഏതാനും, അല്ലെങ്കിൽ കുറച്ച് നോക്കവേ, ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം, ദ കോർട്ട്യാർഡ് ഹാഡ് ദ ബസ്റ്റിൽ ഓഫ് മാർക്കറ്റ് പ്ലേസ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് പറ്റി? ഈ കോർട്ട്യാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, മിറ്റം. അവിടെ മുഴുവൻ എന്താണ്? ബസ്റ്റിൽ ഓഫ് മാർക്കറ്റ് പ്ലേസ്, അതായത് ചന്തയിൽ ഉണ്ടാവുന്ന സൈസ് അങ്ങോട്ടുള്ള ചലനവും ഇങ്ങോട്ടുള്ള ചലനവും ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് എന്താണ്? ഒരു ചന്ത പോലെ അവരുടെ മിറ്റം നിറച്ച് ജനങ്ങളായി തീർന്നു. ഓക്കെ എന്നുള്ളതാണ് ഇവിടെ അർത്ഥം. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദ മോബ്. ആ കപ്പിൾ, അല്ലെങ്കിൽ ആ ദമ്പതികൾ എന്ത് ചെയ്യേണ്ട വന്നു? ഈ ജനക്കൂട്ടത്തെ ഒന്ന് പിരിച്ചുവിടുന്നതിന് വേണ്ടി എന്ത് ചെയ്യേണ്ട വന്നു? ട്രൂപ്സിനെ, പോലീസിനെ വിളിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. ദ കപ്പിൾ, ആ ദമ്പതികൾ, ഹാഡ് ടു കോൾ, വിളിക്കേണ്ടതായി വന്നു, ഇൻ ട്രൂപ്സ്, ഉള്ളിലേക്ക്. ട്രൂപ്സ് അതായത് പോലീസിനെ. ടു ഡിസ്പേഴ്സ് അതായത് ചിതറിച്ചു കളയുവാൻ, അല്ലെങ്കിൽ അകറ്റി കളയുവാൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ്? പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട്. ഡിസ്പേഴ്സ് ദ മോബ്, അതായത് ജനക്കൂട്ടത്തെ. ഓക്കെ, ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് ഫെൻസിങ് ദ യാർഡ്. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താണ് പറ്റിയത്? അവരുടെ മുറ്റം മുഴുവൻ ഒന്ന് വേലി കെട്ടി അടച്ച് വെക്കുന്ന ഒന്നിനെ കുറിച്ച് അവർ ചിന്തിച്ചു. ഫെൻസിങ് ദ യാർഡ്, അതായത് ദേ ഗോട്ട് ദ ഐഡിയ, അവർക്കൊരു ഐഡിയ കിട്ടി. ഓഫ് ഫെൻസിങ് അതായത് വേലി കെട്ടുന്നു. ഇൻ ദ യാർഡ്, യാർഡില്. ആൻഡ് ചാർജിങ്, എന്നിട്ട് ചാർജ് ചെയ്യണം, അതായത് ആളുകളിൽ നിന്ന് പിരിക്കണം. 5 cents ഫോർ അഡ്മിഷൻ. 5 സെന്റ്. സെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൈസ എന്നൊക്കെ പറയുമല്ലോ. ഈ പൈസ എന്ന് വെച്ചാൽ 100 സെന്റ് കൂടി കഴിയുമ്പോഴാണല്ലോ 1 രൂപയാകുന്നത്. അതുപോലെ ഒരു നിശ്ചിത സെന്റ് കൂടി കഴിയുമ്പോഴാണ് അമേരിക്ക ഒരു ഡോളറായി തീരുന്നത്. അപ്പൊ ആ ഡോളർ ആവുന്നതിന് മുമ്പുള്ള, അപ്പൊ ഒരു നിശ്ചിത പൈസ, അതായത് 5 സെന്റ്. അപ്പൊ നമുക്ക് പറയുവാണെങ്കിൽ 5 പൈസ എന്നുള്ള ഒരു രീതിയിൽ പറയാം. ഓക്കെ, 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. ആ ഏഞ്ചലിനെ കാണുന്നതിന് വേണ്ടി അഡ്മിഷൻ എടുക്കുക. അതായത് എല്ലാവരും 5 സെന്റ് വീതം കൊടുത്തു കഴിഞ്ഞാലാണ്, ഒരു ടിക്കറ്റ് എടുത്താൽ മാത്രമാണ് ഏഞ്ചലിനെ കാണാൻ പറ്റുള്ളൂ. കാരണം അവരുടെ വീടിന് ചുറ്റും വേലി കെട്ടി അടച്ചു. ദ ക്യൂരിയസ് കെയിം ഫാർ അവേ. എന്നാലും എന്താണ് സംഭവിച്ചത്? ക്യൂരിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? അറിയുവാനുള്ള ആഗ്രഹമുള്ളവര്, അതായത് ഇതിനെ കാണുവാനായിട്ട് കൊതിയുള്ളവര്, അവരെന്ത് ചെയ്തു? കെയിം, വന്നു. ഫ്രം ഫാർ അവേ, വളരെ ദൂരെ നിന്ന് തന്നെ എന്തുപറ്റി? ആൾക്കാര് ഇത് കാണുവാനായിട്ട് ജിജ്ഞാസയോടുകൂടി വളരെ ദൂരെ നിന്ന് തന്നെ ആളുകൾ എത്തിച്ചേർന്നു. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ്, അതായത് വളരെ എന്താണ് പ്രയാസം, ഭൂമിയിലുള്ള ഏറ്റവും നിർഭാഗ്യവരായിട്ടുള്ള, എന്താണ് പറയുന്നത്, ഇൻവാലിഡറ്റ്സ്, അതായത് എന്ത് പറയാം, രോഗികൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരെന്ന് പറയാം. ഓൺ എർത്ത് അതായത് ഭൂമിക്ക് മുകളിൽ ഉണ്ടായിരുന്നവര്. ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്, അവർക്ക് ആ രോഗം മാറുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സൗഖ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വന്നു. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ്, നിർഭാഗ്യവാന്മാരായ ഇൻവാലിഡ്സ്, അതായത് ഭിന്നശേഷിക്കാരെന്നോ രോഗമുള്ളവരോ, ഓൺ എർത്ത് ഭൂമിയിലുള്ള രോഗമുള്ളവരെല്ലാം, കെയിം വന്നു, ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത് ആരോഗ്യം അന്വേഷിച്ചു, അല്ലെങ്കിൽ രോഗം മാറ്റുന്നതിന് വേണ്ടി ഏഞ്ചലിന്റെ അടുത്ത് വന്ന്. പെലായോ ആൻഡ് എലീസേന വെർ ഹാപ്പി വിത്ത് ഫിറ്റീഗ്. പെലേയും അതുപോലെ തന്നെ എലിസണ്ടേയും എന്തായിരുന്നു? വെർ ഹാപ്പി, അവർ വളരെ സന്തോഷവാന്മാരായിരുന്നു. വിത്ത് ഫെറ്റീഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന പോലെ തളർച്ച, അല്ലെങ്കിൽ ക്ഷീണം, അല്ലെങ്കിൽ മടുപ്പ് എന്നൊക്കെ പറയും. അപ്പൊ ഇവര് മടുത്തെങ്കിലും അവർക്ക് സന്തോഷം ഉണ്ടായതിന്റെ കാരണം എന്താണ്? കാരണം എന്താണെന്ന് നമുക്കിപ്പോ കാണാം. ഇൻ ലെസ് ദാൻ എ വീക്ക്, ഒരാഴ്ചയ്ക്കുള്ളിൽ, ദേ ഹാഡ് ക്രാംഡ് ദെയർ റൂംസ് വിത്ത് മണി. അവരുടെ മുറി മുഴുവനും എന്ത് ചെയ്തു? ക്രാംഡ്, കുത്തി നിറച്ചു, അല്ലെങ്കിൽ നിറച്ചു വെച്ചു. എന്താണ്? ദെയർ റൂംസ്, അവരുടെ മുറികൾ, വിത്ത് മണി, പണം കൊണ്ട്. ടിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻറ്റർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറൈസൺ. ടിൽ, എന്നിട്ടും എന്താ പറ്റുന്നത്? ആളുകള് ഇങ്ങനെ
വെയിറ്റ് ചെയ്തു. എന്തിനാണ്? ടിൽ ദേ വെയിറ്റഡ്. ആളുകൾ എന്തിനു ചെയ്തിരിക്കുന്നത്? അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്തിനാണ്? ലൈൻ ഓഫ് പിൽഗ്രിംസ്, ഒരു തീർത്ഥാടകരെ പോലെ ആളുകൾ എന്താ ചെയ്തേ? വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ദെയർ ടേൺ, അവരുടെ അവസരം കിട്ടുന്നതിന് വേണ്ടി. എൻറ്റർ, റീച്ച് ബിയോണ്ട് ദ ഹൊറൈസൺ, അതായത് ചക്രവാള സീമയ്ക്ക് അപ്പുറം വരെ ക്യൂ നീണ്ടു നിന്നു. എന്തിനാണ്? ഈ ഓൾഡ് മനുഷ്യനെ കാണുവാൻ വേണ്ടിയിട്ട് തീർത്ഥാടകരെ പോലെ ജനം നിന്നു. പ്രത്യേകിച്ചും രോഗികളായുള്ളവർ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരവരുടെ ആ രോഗം മാറ്റുന്നതിനുള്ള ഒരു ഊഴം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആളുകൾ ഇങ്ങനെ ഊഴം കാത്ത് തീർത്ഥാടകരായിട്ട് ഇങ്ങനെ നിന്നു. ഇവർ രണ്ടുപേരും, എലിസന്റെയും ഹസ്ബൻഡും എന്ത് ചെയ്തു? പണം കൊണ്ട് മുറി നിറച്ചു. ദ ഏഞ്ചൽ വാസ് ദ ഓൺലി വൺ ഹു ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. ഏഞ്ചൽ മാത്രമാണ് എന്ത് ചെയ്തത്? ഒരു കാര്യത്തിലും എന്താണ്? ഒരു പങ്കും വഹിക്കാനെന്ന്. മാലാഖ മാത്രം എന്ത് ചെയ്തു? ആ സ്വന്തം പ്രവൃത്തിയിൽ ഒന്നിലും ഇതിനകത്ത് പങ്കു ചേർന്നില്ല. ഒൺലി വൺ ഹു ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. അവന്റെ പ്രവൃത്തികളിലും, അതായത് അവനൊന്നും ചെയ്യാതെ ചുമ്മാ ഇരുന്നു എന്ന്. നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്, അതായത് അവൻ്റെതായ ഒരു പ്രവൃത്തിയും ചെയ്യാതെ ചുമ്മാ ഇരുന്നു. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫോർട്ടബിൾ ഇൻ ഹിസ് ബോറോവ്ഡ് നെസ്റ്റ്. അവൻ എന്ത് ചെയ്തു? അവൻ ആ കടം വാങ്ങിയ കൂട്ടിൽ കംഫോർട്ടബിൾ ആയിട്ട്, എന്താണ് പറയുന്നത്, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്, സ്വസ്ഥമായിട്ട് സുഖകരമായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾ മാത്രമാണ് ചെയ്തത്. ഹീ സ്പെൻഡ് ഹിസ് ടൈം, അവന്റെ സമയം ചിലവഴിച്ചു. ട്രൈങ് ടു ഗെറ്റ് കംഫോർട്ടബിൾ, സ്വസ്ഥത കിട്ടുന്നതിന്, സ്വസ്ഥമായിട്ടിരിക്കുന്നതിന് വേണ്ടി. ഇൻ ഹിസ് ബോറോവ്ഡ് നെസ്റ്റ്, അവന്റെ കടം വാങ്ങിയ ആ കൂട്ടിൽ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്. അറ്റ് ഫസ്റ്റ്, ആദ്യം തന്നെ, ദേ ട്രൈഡ് ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബോൾസ്. ആദ്യം തന്നെ അവരെന്താണ് ചെയ്തത്? അവനെ കുറിച്ച് മോത്ത് ബോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറ്റ ഗുളിക അല്ലെങ്കിൽ നാഫ്തലിൻ ടാബ്ലറ്റ്സ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള സാധനം കുറച്ച് എന്ത് ചെയ്തു? പാറ്റ ഗുളിക തീറ്റിക്കാനായിട്ടാണ് അവർ ആദ്യം ശ്രമിച്ചത്. അറ്റ് ഫസ്റ്റ്, ആദ്യം ദേ ട്രൈഡ്, അവര് പരിശ്രമിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കുറച്ച് പാറ്റ ഗുളിക അവനെ കൊണ്ട് തീറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു. ബട്ട് ഹീ ഏറ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ്. പക്ഷെ അവൻ അതൊന്നും തിന്നില്ല. അവൻ എന്ത് ചെയ്തു? അവൻ കഴിച്ചതാകെ വഴുതന കഞ്ഞി, അതായത് വഴുതനങ്ങ ഇട്ട കഞ്ഞി മാത്രമാണ് അവൻ കഴിച്ചുള്ളൂ. വേറെ ഒന്നും, ഈ മോത്ത് ബോൾസ് അല്ലെങ്കിൽ പാറ്റ ഗുളിക അതുപോലെയുള്ള സാധനങ്ങളൊന്നും അവൻ കഴിച്ചില്ല എന്നാണ് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് വരികയാണ്. ക്വസ്റ്റ്യൻ ഐ, ഡു യു തിങ്ക് എലിസണ്ട ഈസ് ഷ്രൂഡ് ആൻഡ് ക്ലവർ? വൈ? അപ്പൊ നമ്മളോട് ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എലിസണ്ട വളരെ കൗശലം നിറഞ്ഞവളാണ്, അവള് എന്താണ്, വളരെ കണ്ണിയാണ്, അതായത് വക്രതയിലൂടെ പണം ഉണ്ടാക്കുന്നവളാണ്. ഷ്രൂഡ് ആൻഡ് ക്ലവർ, അതുപോലെ തന്നെ വളരെ ബുദ്ധിയുള്ളവളുമാണെന്ന് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയുക, അതിന് കാരണം യേസ് എന്നാണ് നമുക്ക് പറയേണ്ടത്. കാരണം അവള് വളരെ കണ്ണിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം യെസ്, അതെ, എലിസണ്ട പ്രൂവ്സ് ടു ബി ഷ്രൂഡ് ആൻഡ് ക്ലവർ. അവള് ബുദ്ധിമതിയും കൗശലക്കാരിയും വക്രത നിറഞ്ഞവളുമായിട്ട് കാണപ്പെടുന്നു. ഷ്രൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗശലക്കാരിന്നോ വക്രത നിറഞ്ഞവളെന്നൊക്കെ പറയാം. ക്ലവർ എന്ന് വെച്ചാൽ ബുദ്ധിമതി എന്നും പറയാം. എന്തുകൊണ്ടാണ്? ബൈ റെക്കഗ്നൈസിങ് ദ ഓൾഡ് മാൻസ് പ്രസൻസ് ഇൻ ഹെർ ഹൗസ്. അവള് ഒരു കാര്യം ഓർത്തെടുത്തു. ഓൾഡ് മാൻ, പ്രായപ്പെട്ട മനുഷ്യന്റെ പ്രസൻസ്, സാന്നിധ്യം, ഇൻ ഹെർ ഹൗസ്, അവളുടെ വീട്ടിൽ, ആസ് എ പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് ഇൻകം, ഒരു പണം സമ്പാദിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് ഏറ്റെടുക്കുന്നതിനായിട്ട് അവൾക്ക് സാധിച്ചു. അതായത് ഈ ഓൾഡ് മനുഷ്യൻ അവളുടെ വീട്ടിലുള്ളത് പണം കണ്ടെത്തുന്നതിന്റെ ഒരു മാർഗമായിട്ട് അവൾ എടുത്തു. ഷീ ഇൻട്രൊഡ്യൂസസ് എ ടിക്കറ്റ് സിസ്റ്റം ഫോർ പീപ്പിൾ ടു സീ ഹിം. അവൾ എന്ത് ചെയ്തു? അവള് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ കൊണ്ടുവന്നു, എ ടിക്കറ്റിംഗ് സിസ്റ്റം. അവൾ ഒരു ടിക്കറ്റ് പോലെ വെച്ചു, ഫോർ പീപ്പിൾ ടു സീ ഹിം, ആ ഓൾഡ് മനുഷ്യനെ കാണുന്നതിന് വേണ്ടിയിട്ട് അവള് ടിക്കറ്റ് വെച്ചു. ടേണിംഗ് ദ സ്ട്രേഞ്ച് സിറ്റുവേഷൻ ഇൻ ടു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ അവൾ എന്ത് ചെയ്തു? ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള, വളരെ പ്രയാസകരമായിട്ടുള്ള ആ അവസ്ഥയെ എന്ത് ചെയ്തു? അവൾ മാറ്റിയെടുത്തു. ഇൻ ടു എ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി, ഒരു പണം സമ്പാദിക്കുന്ന ഒരു അവസരമാക്കിയെടുത്തു. ത്രൂ ദിസ്, ഈ പ്രവൃത്തി കൊണ്ട് ഷീ സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ്സ് ഹെർ ഫാമിലീസ് എക്കണോമിക് കണ്ടീഷൻ. അവളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത അവള്
ഉറപ്പാക്കി. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ്സ്. അത് വളരെ നന്നായിട്ട് അവൾ എന്ത് ചെയ്തു? ഇംപ്രൂവ് ചെയ്തു. എന്ത്? എക്കണോമിക് കണ്ടീഷൻ, സാമ്പത്തിക ഭദ്രത. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എലിസണ്ട എന്ന് പറയുന്നത് വളരെ കൗശലക്കാരിയും അല്ലെങ്കിൽ ഷ്രൂഡും ക്ലവറുമായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്.